ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC പരീക്ഷയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന ഒന്നായിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ദേശീയ മനുഷ്യ അവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാർലമെന്റ് പാസാക്കിയത് 1993 സെപ്റ്റംബർ മാസം 28-ന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമം പാർലമെന്റ് പാസാക്കിയത് 1993 സെപ്റ്റംബർ മാസം 28. ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ മാസം 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ മാസം 12. മനുഷ്യാവകാശ നിയമം ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്ന് 2019 ഓഗസ്റ്റ് 2. മനുഷ്യാവകാശ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് മാസം 2-നാണ്. ദേശീയ മനുഷ്യ അവകാശ കമ്മീഷന്റെ ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ് അംഗങ്ങളായിട്ട് ഉള്ളത്. ഇതിന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ആസ്ഥാന മന്ദിരം സർദാർ പട്ടേൽ ഭവൻ, ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ ഭവനാണ് മനുഷ്യ അവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിട്ട് ഉള്ളത്. തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലോട്ട് തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത്. പ്രധാനമന്ത്രി ചെയർപേഴ്സൺ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്നുണ്ട്, ലോക്സഭ സ്പീക്കർ, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ട്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ട്, രാജ്യസഭ ഉപാധ്യക്ഷനും ഇതിൽ വരുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലോട്ട് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ, ചെയർമാൻ ആയിട്ട് പ്രധാനമന്ത്രിയാണുള്ളത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭ സ്പീക്കർ, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനും വരുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത നോക്കുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തിന്റെ യോഗ്യത, മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകാനുള്ളതിന്റെ യോഗ്യത സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നുള്ളതാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജി എന്നിവർക്കാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകാൻ വേണ്ടുന്ന യോഗ്യത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകാനുള്ള യോഗ്യതയാണ് പറഞ്ഞത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ആവാൻ പറ്റും. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള 3 അംഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മനുഷ്യ അവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള 3 അംഗങ്ങളും ഇതിൽ വരുന്നുണ്ട്. ചെയർപേഴ്സൺ അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ഒരു നിർധനൻ എന്ന് വിധിക്കപ്പെട്ടാൽ, അതേപോലെ സദാചാരം ദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ, ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേതനം ലഭിക്കുന്ന മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടാൽ, മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള ദൗർലഭ്യം, ചിത്രഭ്രമം എന്നിവ മൂലം ഉദ്യോഗത്തിൽ തുടരാൻ അയോഗ്യനാണെന്ന് കണ്ടെത്തിയാൽ എന്നീ കാരണങ്ങൾ വന്നാൽ ചെയർപേഴ്സൺ അംഗങ്ങളെ നീക്കം ചെയ്യാൻ ഉള്ള പ്രധാന കാരണമായിട്ട് പറഞ്ഞതാണ്.
ഒരു നിർധനൻ എന്ന് വിധിക്കപ്പെട്ടാലും സദാചാര ദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേതനം ലഭിക്കുന്ന മറ്റു തൊഴിലിൽ ഏർപ്പെട്ടാൽ മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള ദൗർബല്യം, ചിത്തഭ്രമം എന്നിവ മൂലം ഉദ്യോഗത്തിൽ തുടരാൻ അയോഗ്യനായി പോയാലും ഇതിൽ നിന്നും മാറ്റി നിർത്താം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാനാണ് ജസ്റ്റിസ് വെങ്കട ചെല്ലയ്യ. ജസ്റ്റിസ് വെങ്കട ചെല്ലയ്യ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആകുന്ന ഏക മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആകുന്ന ഏക മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചതും ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആണ്. കമ്മീഷൻ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിത അല്ലെങ്കിൽ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. അടുത്തതായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് വി രാമസുബ്രഹ്മണ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിലവിലെ ചെയർപേഴ്സൺ ആണ് വി രാമസുബ്രഹ്മണ്യൻ. അടുത്തതായിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാനത്തിലുള്ള കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് പൂർത്തിയാവുന്നത് വരെയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് മുൻപാണ് സമർപ്പിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് മുൻപാകെയാണ്. പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി. തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയിൽ ഉള്ളത് മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ്. മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, സംസ്ഥാന പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ഇതിലോട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയിൽ ഉള്ളത്. 3 അംഗങ്ങളിൽ ചെയർമാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിയോ ആയിരിക്കണം. 3 അംഗം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരിക്കണം. മറ്റ് 2 അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ആയിരുന്നതോ കുറഞ്ഞത് 7 വർഷം ആ സ്ഥാനത്തെ ജില്ലാ ജഡ്ജി, ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയോ ആയിരിക്കണം. മറ്റ് 2 അംഗങ്ങൾ ഉള്ളതിൽ അവർ അതിലൊരാൾ കുറഞ്ഞത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുകയോ അല്ലെങ്കിൽ ആയിരുന്നതോ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന പദവിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയോ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. 3-ാമത്തെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. പ്രായോഗിക പരിജ്ഞാനം ഉള്ള ആളായിരിക്കണം. 3-ാമത്തെ വ്യക്തി പ്രായോഗിക പരിജ്ഞാനമുള്ള ആളായിരുന്നാലും കുഴപ്പമില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ വ്യക്തിയാണ് ജസ്റ്റിസ്
M പരീത് പിള്ള. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് M പരീത് പിള്ള. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ തോമസ് ആണ്. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശന്റെ കമ്മീഷണർ ആയിട്ടുള്ളത് അലക്സാണ്ടർ തോമസ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതേപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ഒരു ചെറിയ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനി വേണ്ടുന്ന ടോപ്പിക്സും നിർദ്ദേശങ്ങളുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.